Good morning, dear students. Hope all of you are fine. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡാറ്റ ഫ്ലോ ഡയഗ്രാം ആൻഡ് സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ. ഈ രണ്ട് കാര്യങ്ങളും എന്താണെന്നുള്ളതാണ്. അപ്പം നമ്മൾ ഡെവലപ്മെന്റ് ഫേസസിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. സെക്കൻഡ് യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് രണ്ട് ഡെവലപ്മെന്റ് ഫേസസ് ആണ്, സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് അനാലിസിസ് ആൻഡ് സ്പെസിഫിക്കേഷനും അതേപോലെ തന്നെ ഡിസൈൻ. അപ്പം ഇന്ന് നമ്മൾ നെക്സ്റ്റ് ഒരു ഫേസിലേക്ക് പോവുകയാണ്, ദാറ്റ് ഈസ് തേർഡ് ഫേസ്, ഡിസൈൻ, സോഫ്റ്റ്വെയർ ഡിസൈൻ. ഇപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന്റെ മൂന്നാമത്തെ ഫേസ് ആണ് സോഫ്റ്റ്വെയർ ഡിസൈൻ. ഡിസൈനിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഡാറ്റ ഫ്ലോ ഡയഗ്രാം അതേപോലെ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചറും പഠിച്ചത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് സോഫ്റ്റ്വെയർ ഡിസൈൻ, അതിലുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോവാം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഡിസൈൻ ആണ്. അപ്പോൾ സോഫ്റ്റ്വെയർ സെക്കൻഡ് ഫേസ് ആയ റിക്വയർമെന്റ് അനാലിസിസ് ആൻഡ് സ്പെസിഫിക്കേഷൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു, അതിൽ എന്താ ചെയ്യുന്നത്, എല്ലാ റിക്വയർമെന്റ്സും കളക്ട് ചെയ്ത് അതിനെ പ്രോപ്പർ ആയിട്ട് സ്പെസിഫൈ ചെയ്ത് വെക്കും. അത് സ്പെസിഫൈ ചെയ്ത് വെക്കുന്ന ഡോക്യുമെന്റിന്റെ പേരാണ് എന്ത്, SRS ഡോക്യുമെന്റ്, സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ. അപ്പോൾ ആ സോഫ്റ്റ്വെയറിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, അതിന്റെ ഇൻപുട്ട് എന്താണ്, എന്തൊക്കെ ഔട്ട്പുട്ട് ആണ്, എന്തൊക്കെ പ്രോസസ്സുകളാണ് നമ്മൾ ചെയ്യുന്നത്, ഇതെല്ലാം ഇതിനകത്ത് ഉണ്ടാവും, SRS ഡോക്യുമെന്റിനകത്ത് ഉണ്ടാവും. ഇപ്പൊ ഡിസൈൻ ഫേസിൽ ചെയ്യുന്നത് ഈ SRS ഡോക്യുമെന്റിനകത്തുള്ള റിക്വയർമെന്റ്സിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയ രീതിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാം. ഡിസൈൻ ഫേസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫേസ് ഇംപ്ലിമെന്റേഷൻ ഫേസ് ആണ്. ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കോഡിംഗ് ചെയ്യുന്ന ഫേസ് ആണ് ഇംപ്ലിമെന്റേഷൻ. ആക്ച്വലി നമ്മൾ ആ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന ഫേസ് ആണ് ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയ രീതിയിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യുന്ന ഫേസ് ആണ് ശരിക്കും ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഡിസൈൻ ഫേസ് ചെയ്യുന്നത് ട്രാൻസ്ഫോം ദ റിക്വയർമെന്റ്സ് into a form which helps to implement or കോഡിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫോമിലേക്ക് ആ റിക്വയർമെന്റിനെ ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ളതാണ് ഏത് ഫേസ് ചെയ്യുന്നത്, ഡിസൈൻ ഫേസ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, സോഫ്റ്റ്വെയർ ഡിസൈൻ is a process to transform user requirement into some suitable form which helps the programmer in software coding and implementation. പ്രോഗ്രാമറിന് സോഫ്റ്റ്വെയർ കോഡ് എഴുതാനും ഇംപ്ലിമെന്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് റിക്വയർമെന്റ്സിനെ ട്രാൻസ്ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോഫ്റ്റ്വെയർ ഡിസൈൻ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ ഡിസൈൻ ഈസ് എ പ്രോസസ് ടു ട്രാൻസ്ഫോം യൂസർ റിക്വയർമെന്റ് ഇൻ ടു സം സ്യൂട്ടബിൾ ഫോം വിച്ച് ഹെൽപ്സ് ദ പ്രോഗ്രാമർ ഇൻ സോഫ്റ്റ്വെയർ കോഡിംഗ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. ക്ലിയർ ആയല്ലോ? പ്രോഗ്രാമറിന് കോഡ് എഴുതാനോ അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ കളക്ട് ചെയ്ത റിക്വയർമെന്റിനെ മാറ്റുക, അല്ലെങ്കിൽ അത് എൻ്റയർ സിസ്റ്റത്തിന് മാറ്റുക. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഫേസിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ദ ഔട്ട്പുട്ട് ഓഫ് ദിസ് ഫേസ് ക്യാൻ ഡയറക്ട്ലി ബി യൂസ്ഡ് ഇൻ ടു ഇംപ്ലിമെന്റേഷൻ യൂസിങ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ച് ഇംപ്ലിമെന്റ് ചെയ്യാൻ എന്ന രീതിയിലേക്ക് ഏതിന്റെ ഔട്ട്പുട്ടിനെ എടുക്കാം, ഈ ഒരു സോഫ്റ്റ്വെയർ ഡിസൈൻ എന്ന് പറയുന്ന ഫേസിന്റെ ഔട്ട്പുട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ്സ് 3 ലെവൽസ്. അപ്പൊ അതിന് മുമ്പേ സോഫ്റ്റ്വെയർ ഡിസൈൻ കണ്ടോ, ഇതാണ് ഡെവലപ്മെന്റ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നതാണ് അതിന്റെ ഇംപ്ലിമെന്റേഷൻ, ദ ആക്ച്വൽ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാം. സോഫ്റ്റ്വെയർ ഡിസൈൻ എന്ന് പറയുന്നത് ഈ പ്രോഗ്രാമിംഗിന്റെ തൊട്ട് മുന്നുള്ള ഫേസ് ആണ് എന്ത്, ഡിസൈൻ. ഈ ഡിസൈനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോഡാക്കിയിട്ട് മാറ്റിയിട്ട് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതിന്റെ മുമ്പേയുള്ള ഫേസ് എന്ന് പറയുന്നത് എന്താണ്, റിക്വയർമെന്റ് കളക്ഷൻ ആണ്. റിക്വയർമെന്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഇന്റർമീഡിയറ്റ് ആയിട്ട് ഒരു എങ്ങനെയാണോ ആ സോഫ്റ്റ്വെയർ ഉണ്ടാവുക അതിനെ പറയുന്ന പേരാണ് ശരിക്കും സോഫ്റ്റ്വെയർ ഡിസൈൻ. അത് ഡിസൈൻ ചെയ്യാം. അത് പല ടൈപ്പ് ഓഫ് ഡിസൈൻസ് വരാം, യൂസർ ഇന്റർഫേസ് ഡിസൈൻ വരെ ഉണ്ടാവാം. അത് കഴിഞ്ഞിട്ട് അതിനെ കോഡ് എഴുതിയിട്ടാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് ആക്ച്വൽ സോഫ്റ്റ്വെയറിന്റെ ഒരു സൊല്യൂഷൻ ആണ് ശരിക്കും ഏത് ഫേസിൽ നമുക്ക് കിട്ടുന്നത്, ഡിസൈൻ ഫേസിൽ. ഓക്കെ, റിക്വയർമെന്റ് ഫേസിൽ നമ്മൾ അത് എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല, അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ഏത് ഫേസിലാണ്, ഡിസൈൻ ഫേസിലാണ്. അപ്പൊ ഇതിന് 3 ലെവൽസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ സോഫ്റ്റ്വെയർ ഡിസൈനെ ഇൻക്ലൂഡ് ചെയ്യാം. സോഫ്റ്റ്വെയർ ഡിസൈൻ ഇൻക്ലൂഡ്സ് 3 ലെവൽസ്, ദാറ്റ് ഈസ് ആർക്കിടെക്ചറൽ ഡിസൈൻ, ഹൈ ലെവൽ ഡിസൈൻ ആൻഡ് ഡീറ്റെയിൽഡ് ഡിസൈൻ. ആർക്കിടെക്ചറൽ ഡിസൈൻ നമ്മൾ നേരത്തെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, വാട്ട് ഈസ് സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ എന്നുള്ളത്. ഒരു ജസ്റ്റ് ഒരു ഓവർവ്യൂ തരുന്നതിനെയാണ് നമ്മൾ ആർക്കിടെക്ചറൽ ഡിസൈൻ, എന്തൊക്കെ കമ്പോണൻസ് അതിനകത്തുള്ളത്, ആ ഒരു ഓവർവ്യൂവിനെയാണ് നമ്മൾ ആർക്കിടെക്ചറൽ ഡിസൈൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫ്രെയിം വർക്ക്, ആ ഒരു സോഫ്റ്റ്വെയറിന്റെ സ്ട്രക്ചർ ഷോ ചെയ്യുന്ന ഡിസൈനാണ് ആർക്കിടെക്ചറൽ ഡിസൈൻ. ഹൈ ലെവൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ അതിനെ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടെ എന്തൊക്കെ ഫംഗ്ഷനാലിറ്റീസ് അതിനകത്ത് ഉണ്ട് എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഹൈ ലെവൽ ഡിസൈൻ എന്ന് പറയുന്നത്. മൊഡ്യൂളാക്കി മാറ്റും.
ഓരോ മൊഡ്യൂളും ഡീറ്റെയിൽ ആയിട്ട് ഡിസൈൻ ചെയ്യുന്നതാണ് ഡീറ്റെയിൽ ഡിസൈൻ. അപ്പം നിങ്ങൾ ഈ ഡിസൈൻ ഫേസ് തന്നെ 3 ആയിട്ട് നമുക്ക് വേണമെങ്കിൽ 3 ലെവൽസ് ആക്കി മാറ്റാം. ആ ഒരു ലെവൽസിനെയാണ് നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ പറയുന്നത്. ദാറ്റ് ഈസ് ആർക്കിടെക്ചറൽ ഡിസൈൻ, ഹൈ ലെവൽ ഡിസൈൻ ആൻഡ് ഡീറ്റെയിൽഡ് ഡിസൈൻ. ഓക്കെ, ഇനി ഓരോന്നും എന്താണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, ആർക്കിടെക്ചറൽ ഡിസൈൻ. ആർക്കിടെക്ചറൽ ഡിസൈൻ ഇസ് ദ ഹൈയസ്റ്റ് അബ്സ്ട്രാക്ട് വേർഷൻ ഓഫ് ദ സിസ്റ്റം. ഹൈയസ്റ്റ് അബ്സ്ട്രാക്ട് വേർഷൻ എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റം എങ്ങനെയാണോ ഉള്ളത് അതിന്റെ ഒരു ഓവറോൾ വ്യൂ ആണ്. അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും ഉണ്ടാവില്ല. അതിന്റെ എൻറ്റയർ ഒരു സിസ്റ്റം ആസ് എ ഹോൾ എങ്ങനെ ഉണ്ടാവും, ദാറ്റ് ഷോസ് ദ ആർക്കിടെക്ചറൽ ഡിസൈൻ. ഇറ്റ് ഐഡന്റിഫൈസ് ദ സോഫ്റ്റ്വെയർ ആസ് എ സിസ്റ്റം വിത്ത് മെനി കമ്പോണൻസ് ഇന്റർഫേസിംഗ് വിത്ത് ഈച്ച് അതർ. അപ്പൊ ഒരു സിസ്റ്റം ആയിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യുന്നത്. ഓരോന്നിന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസൈൻ അല്ല, ആ സിസ്റ്റത്തിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ കമ്പോണൻസും അതിനകത്ത് സ്പെസിഫൈ ചെയ്യുന്നത്. ഡിഫറെന്റ് ആസ്പെക്ട്സ് നമ്മൾ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ പഠിച്ചപ്പോൾ പഠിച്ചതാ. ഫംഗ്ഷനാലിറ്റീസ് മാത്രമല്ല, അതിന്റെ മെയിൻറ്റനബിലിറ്റി, സെക്യൂരിറ്റി, റീയൂസബിലിറ്റി എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിനെ സ്പെസിഫൈ ചെയ്യുന്നതിനാണ് നമ്മൾ അതിന്റെ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ ഓർ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചറൽ ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അറ്റ് ദിസ് ലെവൽ ദ ഡിസൈനേഴ്സ് ഗെറ്റ് ദ ഐഡിയ പ്രപ്പോസ്ഡ് സൊല്യൂഷൻ ഡൊമൈൻ. അപ്പോൾ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്താണ് നമ്മളുടെ സോഫ്റ്റ്വെയർ എന്നുള്ളതിനെ പറ്റിയിട്ട്. നമ്മൾ എൻ്റയർ സിസ്റ്റത്തിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കുകയാണ് ആക്ച്വലി എന്തിൽ ചെയ്യുന്നത്, ആർക്കിടെക്ചറൽ ഡിസൈനിൽ ചെയ്യുന്നത്. അതെല്ലാ ഏരിയനെയും കവർ ചെയ്യും. ഓക്കെ, അതിനുശേഷമാണ് സോഫ്റ്റ്വെയർ ഡിസൈനേഴ്സ് ഏതിലേക്ക് കടക്കുന്നത്, ഹൈ ലെവൽ ഡിസൈനിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഡിസൈൻ്റെ ഒരു ലെവൽ എന്ന് പറയുന്നത് ആർക്കിടെക്ചറൽ ഡിസൈൻ. ദ എൻറ്റയർ സിസ്റ്റം ആർക്കിടെക്ചർ ഫോം ചെയ്യുന്നത് ഏത് ഡിസൈനിലാണ്, ആർക്കിടെക്ചറൽ ഡിസൈനിലാണ്. ആഫ്റ്റർ ദാറ്റ് ദ ഡിസൈനേഴ്സ് മൂവ് ഡൗൺ ടു ഹൈ ലെവൽ ഡിസൈൻ. ഓക്കെ, ദെൻ ഹൈ ലെവൽ ഡിസൈൻ എന്താണെന്ന് നോക്കാം. ഹൈ ലെവൽ ഡിസൈൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്രേക്സ് ദ സിംഗിൾ എൻറ്റിറ്റി മൾട്ടിപ്പിൾ കമ്പോണന്റ്. അപ്പൊ ആർക്കിടെക്ചറൽ ഡിസൈനിന്റെ കൺസെപ്റ്റ് ആണ് ഈ സിംഗിൾ എൻറ്റിറ്റി മൾട്ടിപ്പിൾ കമ്പോണന്റ്. ഒരൊറ്റ സിസ്റ്റം അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ കമ്പോണന്റും കാണിക്കാം. അതാണ് ആർക്കിടെക്ചറൽ ഡിസൈൻ. അതിന് എന്ത് ചെയ്യും, ലെസ് അബ്സ്ട്രാക്റ്റഡ് വ്യൂ ഓഫ് സബ് സിസ്റ്റംസ്. ആ സിംഗിൾ എൻറ്റിറ്റിനെ ഡിഫറെന്റ് സബ് സിസ്റ്റംസ് ആക്കി മാറ്റും. എന്നിട്ട് അത് ഓരോ കമ്പോണന്റുമായിട്ട് എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത് ഷോ ചെയ്യും. ഒന്നുമില്ല, അത് എൻ്റയർ സിസ്റ്റത്തിനെ ഡിഫറെന്റ് മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിനെയാണ് എന്ത് പറയുന്നത്, ഹൈ ലെവൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു വലിയ പ്രൊജക്റ്റ് ആണെങ്കിൽ, ഇപ്പൊ സപ്പോസ് ഒരു ചെറിയ ലൈബ്രറി മാനേജ്മെന്റ് പ്രൊജക്റ്റ് ആണെങ്കിലും ആർക്കിടെക്ചറൽ ഡിസൈനിൽ അതൊരു ലൈബ്രറി മാനേജ്മെന്റ് പ്രൊജക്റ്റ് ആയിട്ട് മാത്രമേ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവും. ഡീറ്റെയിൽ ഡിസൈൻ വരുന്ന സമയത്ത് ഹൈ ലെവൽ ഡിസൈൻ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും, അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് അതിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യണം, ബുക്ക് ആഡ് ചെയ്യണം, ബുക്ക് സെർച്ച് ചെയ്യണം, ബുക്ക് ഡിലീറ്റ് ചെയ്യണം, അങ്ങനെ ഡിഫറെന്റ് ഫംഗ്ഷനാലിറ്റീസ് ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് മൊഡ്യൂൾസ് ആയിട്ട് അതിനെ എന്ത് ചെയ്യും, മാറ്റും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൈ ലെവൽ ഡിസൈൻ എന്ന് പറയുന്നത്. ഹൈ ലെവൽ ഡിസൈൻ ഫോക്കസസ് ഓൺ ഹൗ ദ സിസ്റ്റം along with all of its component can be implemented in forms of modules. ഞാൻ പറഞ്ഞല്ലേ, ഇപ്പൊ ഡിഫറെന്റ് ഫംഗ്ഷനാലിറ്റീസിന്റെ ബേസിസിൽ അതിനെ ഡിഫറെന്റ് മൊഡ്യൂൾ ആക്കി മാറ്റും. നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് ഒരു പ്രൊജക്ട് ഒരൊറ്റ പ്രൊജക്റ്റ് ആയിട്ട് നമുക്കല്ല, അല്ലെങ്കിൽ ഒരൊറ്റ പ്രോഗ്രാം ആയിട്ട് നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ഫംഗ്ഷനാലിറ്റീസിന്റെ ബേസിസിൽ അതിനെ കുറെ സബ് പ്രോഗ്രാംസ് ആക്കി മാറ്റും. ആ സബ് പ്രോഗ്രാംസിനെയാണ് നമ്മൾ ജനറലി മൊഡ്യൂൾസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഒരു പ്രൊജക്റ്റിൽ ഒന്നിലധികം എന്തുണ്ടാവും, മൊഡ്യൂൾസ് ഉണ്ടാവും. അങ്ങനെ മൊഡ്യൂൾസ് ആക്കി കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് ഹൈ ലെവൽ ഡിസൈൻ എന്ന് പറയുന്നത്. ഇറ്റ് റെക്കഗ്നൈസ് ദ മോഡുലാർ സ്ട്രക്ചർ ഓഫ് എ സബ് സിസ്റ്റം ആൻഡ് ദെയർ റിലേഷൻ ആൻഡ് ഇന്ററാക്ഷൻ എമംഗ് ഈച്ച് അതർ. അപ്പൊ ഈ മൊഡ്യൂൾസ് തമ്മിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ഷനും കണക്ഷനും ഒക്കെ ഉണ്ടാവും. ഒരു മൊഡ്യൂൾ എന്ന് വേറെ മൊഡ്യൂളിലേക്ക് ഡാറ്റാസ് പാസ് ചെയ്യുന്നുണ്ടാവും. ഇതെല്ലാം ഐഡന്റിഫൈ ചെയ്യും. അതെല്ലാം ഐഡന്റിഫൈ ചെയ്യുന്ന ഫേസിന് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റിക്ക് പറയുന്ന പേരാണ് എന്ത്, ഹൈ ലെവൽ ഡിസൈൻ. അപ്പൊ ഹൈ ലെവൽ ഡിസൈൻ എത്തുമ്പോൾ ആ ഡെവലപ്പറിന് എന്ത് മനസ്സിലാവും, അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, എന്തൊക്കെ മൊഡ്യൂളുകളാണ് ഈ പ്രോഗ്രാമിലുള്ളത്. അതിന്റെ ഫംഗ്ഷനാലിറ്റീസിന്റെ ബേസിസിൽ അതിനെ മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് ഈസ് നോൺ ആസ് ഹൈ ലെവൽ ഡിസൈൻ. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് ഡിസൈൻ. ഈ ഡീറ്റെയിൽഡ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ച, നേരത്തെ ഐഡന്റിഫൈ ചെയ്ത് വെച്ച ഒരു മൊഡ്യൂളിലും എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യണം. ഒരു മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഒറ്റ ഫംഗ്ഷൻ മാത്രമായിരിക്കില്ല, മേ ബി ഒരു ഫംഗ്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫംഗ്ഷൻസ് ഉണ്ടായിരിക്കും. ഈ ഫംഗ്ഷനാലിറ്റീസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് അതിനെ ഓരോന്നിനെയും ഡീറ്റെയിൽ ആയിട്ട് ഡിസൈൻ ചെയ്ത് വെക്കുക. അതിലുള്ള എല്ലാ ആക്ടിവിറ്റീസും ഡീറ്റെയിൽ ആയിട്ട് ഡിസൈൻ ചെയ്യുക. ദാറ്റ് ഈസ് നോൺ ആസ് ഡീറ്റെയിൽഡ് ഡിസൈൻ. ഡീറ്റെയിൽഡ് ഡിസൈൻ ഡീൽസ് വിത്ത് ദ ഇംപ്ലിമെന്റേഷൻ പാർട്ട് of what is seen as a system and its subsystem in the previous two designs. ഓക്കെ, രണ്ട് ഡിസൈനിലും പ്രീവിയസ് ആയിട്ടുള്ള രണ്ട് ഡിസൈനിലും നമ്മൾ ഐഡന്റിഫൈ ചെയ്ത സബ് സിസ്റ്റംസിനെ ഡീറ്റെയിൽ ആയിട്ട് ഡിസൈൻ ചെയ്യുക. അതാണ് ശരിക്കും ഏതിൽ നടത്തുന്നത്, ഡീറ്റെയിൽഡ് ഡിസൈൻ. ഇറ്റ് ഈസ് മോർ ഡീറ്റെയിൽ ടുവേർഡ്സ് മൊഡ്യൂൾസ് ആൻഡ് ദെയർ ഇംപ്ലിമെന്റേഷൻ. ഓരോ മൊഡ്യൂൾസിനെയും ഡീറ്റെയിൽഡ് ആയിട്ട്
ഡിസൈൻ ചെയ്യുക. ദാറ്റ് ഈസ് നോൺ ആസ് ഡീറ്റെയിൽഡ് ഡിസൈൻ. ഇറ്റ് ഡിഫൈൻസ് ലോജിക്കൽ സ്ട്രക്ചർ ഓഫ് ഈച്ച് മൊഡ്യൂൾ ആൻഡ് ദെയർ ഇന്റർഫേസസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതർ മൊഡ്യൂൾസ്. ഓക്കെ, അപ്പൊ അത് ചെയ്യുന്നത് എന്താണ്? ഓരോ മൊഡ്യൂളിന്റെയും ലോജിക്കൽ സ്ട്രക്ചർ, എങ്ങനെയാണ് ആ മൊഡ്യൂൾ ഉള്ളത് എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഒരു മൊഡ്യൂൾ എടുക്കുക, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യും. സിമിലർലി നെക്സ്റ്റ് മൊഡ്യൂൾ എടുക്കുക, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഡിസൈൻ ചെയ്യാം. എന്നിട്ട് ഇത് തമ്മിലുള്ള ഇന്ററാക്ഷനും കൂടെ ഡിസൈൻ ചെയ്യാം. ഈ ഒരു രീതിയിൽ അതിനെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഡീറ്റെയിൽഡ് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഡിസൈനിന്റെ 3 ലെവൽസ് നമ്മൾ പഠിച്ചു. ആർക്കിടെക്ചറൽ ഡിസൈൻ, ദെൻ ഹൈ ലെവൽ ഡിസൈൻ ആൻഡ് ഡീറ്റെയിൽഡ് ഡിസൈൻ. എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഓക്കെ, ക്ലിയർ ആയിണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? മോഡുലറൈസേഷൻ. മോഡുലറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ 3 ടൈപ്പ് ഓഫ് ഡിസൈൻ പഠിച്ചു. അതായത് ഹൈ ലെവൽ ഡിസൈനിൽ ഞാൻ പറഞ്ഞു ഓൾ പ്രോഗ്രാമിനെ എന്താക്കി മാറ്റും? മൊഡ്യൂൾസ് ആക്കി മാറ്റും. അപ്പൊ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോഡുലറൈസേഷൻ എന്ന് പറയുന്നത്. മോഡുലറൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഡിവൈഡിങ് എ സോഫ്റ്റ്വെയർ സിസ്റ്റം ഇൻടു മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ് മോഡ്യൂൾ. ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ടുള്ള മോഡ്യൂൾസ് ആക്കി ഒരു എൻറ്റയർ സോഫ്റ്റ്വെയറിനെ ഡിവൈഡ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോഡുലറൈസേഷൻ എന്ന് പറയുന്നത്. വേർ ഈച്ച് മോഡ്യൂൾ വർക്ക്സ് ഇൻഡിപെൻഡന്റ്ലി. ഓരോന്നും ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളടുത്ത് ഒരു സോഫ്റ്റ്വെയർ, നമ്മൾ ഒരു വലിയ സോഫ്റ്റ്വെയർ, നിങ്ങൾ ഒരു ആഡിന്റെ പ്രോഗ്രാം എഴുതുമ്പോൾ അത് സിംഗിൾ പ്രോഗ്രാം ആയിട്ടാണ് എഴുതുന്നത്. അതേപോലെയല്ല, നിങ്ങളൊരു പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത്, ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഒന്നിലധികം ആക്ടിവിറ്റീസ് ഉണ്ടാവും. അപ്പൊ അതിനെല്ലാം കൂടെ ഒരൊറ്റ ഇതായിട്ട് ഒരു പ്രോഗ്രാം ആയിട്ട് നമ്മൾ എഴുതുകയല്ല ചെയ്യുന്നത്. അതിനെ ഡിഫറെന്റ് പ്രോഗ്രാംസ് ആയിട്ട് എഴുതുകയാണ് ചെയ്യുന്നത്. ആ ഡിഫറെന്റ് പ്രോഗ്രാംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൊഡ്യൂൾസ് എന്ന് പറയുന്നത്. ഇപ്പൊ ലൈക്ക് നമ്മളെ സബ്ജക്ട് പോലെ തന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ ഒറ്റ സബ്ജക്ട് ആയിട്ടാണോ പഠിക്കുന്നത്? അല്ല, അതിന്റെ ഫംഗ്ഷനാലിറ്റീസിന്റെ എല്ലാ കണ്ടന്റിന്റെ ബേസിൽ അതിനെ യൂണിറ്റ് 1, യൂണിറ്റ് 2, യൂണിറ്റ് 3, യൂണിറ്റ് 4 ഇങ്ങനെ 4 യൂണിറ്റ് ആയിട്ടാണ് പഠിക്കുന്നത്. ഈ 4 യൂണിറ്റിലും സെപ്പറേറ്റ് സബ്ജക്റ്റുകളില്ലേ, ടോപ്പിക്സ് ഇല്ലേ? ഇപ്പൊ യൂണിറ്റ് 2 റിക്വയർമെന്റ് അനാലിസിസ് ആൻഡ് സ്പെസിഫിക്കേഷൻ ആൻഡ് ഡിസൈൻ ആണ്. അപ്പൊ സിമിലർലി ഒരു പ്രൊജക്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഫംഗ്ഷനാലിറ്റീസിന്റെ ബേസിസിൽ അതിനെ ഡിഫറെന്റ് യൂണിറ്റുകളാക്കി മാറ്റും. ആ യൂണിറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡീകമ്പോസ് ചെയ്യാന്ന് പറയും. ആ യൂണിറ്റുകളെയാണ് നമ്മൾ മൊഡ്യൂൾസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മോഡുലറൈസേഷൻ എന്ന് പറയുന്നത്. വലിയൊരു പ്രൊജക്ടിന് ഒരു അഡ്മിഷൻ, JDTന്റെ അഡ്മിഷൻ എടുക്കുന്ന ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ JDTക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണെങ്കിൽ അതിൽ അഡ്മിഷൻ എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ ഉണ്ടാവാം, സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ ഉണ്ടാവും, സ്റ്റാഫ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ ഉണ്ടാവും, വേറെയുള്ള ബാക്കിയുള്ള ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഒരു മൊഡ്യൂൾ ഉണ്ടാവും. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതിനാണ് മോഡുലറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ഒരു സോഫ്റ്റ്വെയർ മൊഡ്യൂൾസ് ആക്കി കൺവേർട്ട് ചെയ്യുക, ഏതൊക്കെ മൊഡ്യൂൾസ് ആണ് വേണ്ടത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളത് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന് സർട്ടൻ അഡ്വാൻറ്റേജും ഉണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. ഈസി ടു അണ്ടർസ്റ്റാൻഡ് ദ സിസ്റ്റം, ഈസി ടു മെയിൻറ്റെയിൻ. അപ്പൊ ഏതെങ്കിലും ഒരു മൊഡ്യൂളിൽ പ്രശ്നം വരുമ്പോൾ എല്ലാ പ്രൊജക്റ്റിനെയും കൂടെ എഫക്ട് ചെയ്യേണ്ട കാര്യമില്ല. ആ മൊഡ്യൂൾ മാത്രം നമുക്ക് എന്ത് ചെയ്യാം? അതിൽ ചേഞ്ചസ് വരുത്താം. അതിന്റെ ഡിപ്പെൻഡൻസീസ് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഈ മൊഡ്യൂൾ ക്യാൻ ബി യൂസ് മെനി ടൈംസ്. അതേപോലെ തന്നെ ചില കാര്യങ്ങൾ നമുക്ക് ഒരിക്കൽ ഡിഫൈൻ ചെയ്ത് വെച്ച ഒരു മൊഡ്യൂൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതേ ആക്ഷൻസ് വരുന്ന എല്ലാ സ്ഥലത്തും അതെന്ത് ചെയ്യാം? വീണ്ടും ഉപയോഗിക്കാം. അത് വീണ്ടും ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്ത ഒരു മൊഡ്യൂൾ ആണെങ്കിൽ ആ മൊഡ്യൂൾ വേറെ എവിടെയൊക്കെ ആ പ്രൊജക്റ്റിൽ ആവശ്യം വരുന്നുണ്ടോ അവിടെയെല്ലാം നമുക്ക് ആ മൊഡ്യൂൾ എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. നോ നീഡ് ടു റൈറ്റ് ഇറ്റ് അഗെയിൻ. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. മോഡുലറൈസേഷന്റെ അഡ്വാൻറ്റേജ്: ഈസി ടു അണ്ടർസ്റ്റാൻഡ് ദ സിസ്റ്റം മെയിൻറ്റെയിൻസ് ഈസ് ഈസി, എ മൊഡ്യൂൾ ക്യാൻ ബി യൂസ്ഡ് മെനി ടൈംസ് ആസ് ദർ റിക്വയർമെന്റ്, നോ നീഡ് ടു റൈറ്റ് ഇറ്റ് അഗെയിൻ. വീണ്ടും അത് റൈറ്റ് ചെയ്യേണ്ട ആവശ്യം. ഓക്കെ, അപ്പൊ മോഡുലറൈസേഷൻ എന്താ മനസ്സിലായല്ലോ? ഒരു വലിയ പ്രൊജക്റ്റിനെ നമ്മളെങ്കിൽ വലിയ സിസ്റ്റത്തിനെ സബ് ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ്, മൊഡ്യൂൾസ് ആക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മോഡുലറൈസേഷൻ എന്ന് പറയുന്നത്. ഓരോ മൊഡ്യൂൾസും ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, ഇനി ചെറിയൊരു എക്സാമ്പിൾ ആണ്. മെയിൻ പ്രോഗ്രാമിന് നമ്മൾ മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, സിമിലർലി മൊഡ്യൂൾ 3, മൊഡ്യൂൾ 4 ഒക്കെ ഉണ്ടാവാം. ഓക്കെ, ഇങ്ങനെ ഡിവൈഡ് ചെയ്യും. മൊഡ്യൂൾ 1 തന്നെ ഫംഗ്ഷൻ 1, ഫംഗ്ഷൻ 2, ഫംഗ്ഷൻ 3 ഡിപ്പെൻസ് അപ്പോൺ ദ പ്രോജക്റ്റ് ഓർ നമുക്ക് ചെയ്യേണ്ട ആക്ടിവിറ്റിനനുസരിച്ച് മൊഡ്യൂൾ 2 വീണ്ടും ഫംഗ്ഷൻസ് ഉണ്ടാവാം, മൊഡ്യൂൾ 3 ഉണ്ടാവാം, അതിലും ഫംഗ്ഷൻസ് ഉണ്ടാവാം. അത് എത്ര മൊഡ്യൂൾസ് ഉണ്ട് നമുക്ക് പറയാൻ പറ്റില്ല, നമ്മളെ പ്രൊജക്റ്റിനെ ബേസ് ചെയ്തിരിക്കും. അപ്പൊ ഇങ്ങനെ നമ്മൾ ഒരു മെയിൻ പ്രോഗ്രാമിനെ സബ് ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോഡുലറൈസേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ചെയ്യുക ഹൈ ലെവൽ ഡിസൈനിലാണ്. ഇതിൽ ഓരോ മൊഡ്യൂളിലും എന്തുണ്ട് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതാണ് ഡീറ്റെയിൽഡ് ഡിസൈൻ. അപ്പൊ കറക്റ്റ് ആയാലോ? ഇതാണ് ശരിക്കും ഡിസൈൻ ഫേസിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മോഡുലറൈസേഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ഈ മോഡുലറൈസേഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മൊഡ്യൂളൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട 2 കാര്യങ്ങളാണ് കൊഹീഷൻ ആൻഡ് കപ്ലിംഗ്. അപ്പൊ സോഫ്റ്റ്വെയർ ഡിസൈൻ ഫേസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ആസ്പെക്ട്സ് ആണ് കൊഹീഷൻ ആൻഡ് കപ്ലിംഗ്.
അപ്പോൾ ഈ ഒരു വാട്ട് ഈസ് കൊഹീഷൻ ആൻഡ് വാട്ട് ഈസ് കപ്ലിംഗ് നമുക്ക് നോക്കാം. The primary characteristics of a neat decomposition of a software module is low coupling and high cohesion. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു പോയിന്റ് ആണ്. ഒരു നീറ്റ് മൊഡ്യൂൾ ഡീകമ്പോസിഷന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ലോ കപ്ലിംഗ് ആയിരിക്കണം, ഹൈ കൊഹീഷൻ ആയിരിക്കണം. കപ്ലിംഗ് എന്താണ്, കൊഹീഷൻ എന്താണെന്ന് ഞാൻ പറയാം. അപ്പൊ ഈ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. അപ്പൊ നമ്മൾ ഒരു ഡിസൈൻ ചെയ്യുന്നത് ഡീറ്റെയിൽ ഡിസൈനിലേക്ക് വരുന്ന സമയത്ത് ഒരു മൊഡ്യൂൾ ഡിസൈൻ ചെയ്യുമ്പോൾ അത് ലോ കപ്ലിംഗ് ആയിരിക്കണം, ഹൈ കൊഹീഷൻ ആയിരിക്കണം. A module having low coupling and high cohesion is said to be functionally independent of other module. ഇപ്പൊ ലോ കപ്ലിങ്ങും ഹൈ കൊഹീഷനും ഉള്ള ഒരു മൊഡ്യൂളിന് നമുക്ക് എന്ത് പറയാം, ഫങ്ഷണലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാന്ന് പറയും. അതർ മൊഡ്യൂൾസിൽ നിന്ന് ഫങ്ഷണലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള മൊഡ്യൂളാന്ന് പറയും. ഇപ്പൊ ഈ ഒരു മൊഡ്യൂള് മറ്റു മൊഡ്യൂൾസിൽ നിന്ന് ഫങ്ഷണലി ഇൻഡിപെൻഡന്റ് ആവുന്ന സമയത്ത് അതിന്റെ കോംപ്ലിക്കേഷൻസ് വളരെയധികം കുറയും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ മൊഡ്യൂളൈസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഒരു മെയിൻ പ്രോഗ്രാമിനെ മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3 ഒക്കെ ആക്കി മാറ്റുക ചെയ്യുന്നത്. അപ്പൊ ഈ മൊഡ്യൂൾസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഡിപ്പെൻഡൻസീസ് കുറയുന്നതിനനുസരിച്ചിട്ട് നമുക്ക് അതിന്റെ കോംപ്ലക്സിറ്റിയും കുറയും. കാരണം ഒന്നിനെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾ ഒരു മൊഡ്യൂളിൽ ചേഞ്ച് വരുത്തുന്ന സമയത്ത് അടുത്ത മൊഡ്യൂളിലും കൂടെ അത് എന്ത് ചെയ്യും, എഫക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ മൊഡ്യൂളൈസ് ചെയ്യുന്ന സമയത്ത് ഒരു വലിയ പ്രൊജക്ടിനെ ഡീകമ്പോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം കപ്ലിംഗ് കുറവായിരിക്കാനും കൊഹീഷൻ കൂടിയിരിക്കാനുമാണ്. ഓക്കെ, അപ്പൊ അതാണ് നേരത്തെ പറഞ്ഞത്. ദ പ്രൈമറി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ നീറ്റ് മൊഡ്യൂൾ ഡീകമ്പോസിഷൻ ആർ ലോ കപ്ലിംഗ് ആൻഡ് പോയിന്റ് ഓർത്ത് വെക്കുക, കപ്ലിംഗ് കുറവായിരിക്കണം ആൻഡ് ഹൈ കൊഹീഷൻ കൂടുതലായിരിക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ലോ കപ്ലിംഗ് ആൻഡ് ഹൈ കൊഹീഷൻ ആണെങ്കിൽ ആ ഒരു മൊഡ്യൂളിന് കപ്ലിംഗ് കുറവും കൊഹീഷൻ കൂടുതലും ആണെങ്കിൽ ആ മൊഡ്യൂളിനെ നമുക്ക് എന്ത് പറയാം, ഫങ്ഷണലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാം. മറ്റു മൊഡ്യൂളിൽ നിന്ന് ഫങ്ഷണലി ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന മൊഡ്യൂളാണ് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കൺഫ്യൂഷൻ ഉണ്ടാവും, വാട്ട് ഈസ് ദിസ് കൊഹീഷൻ ആൻഡ് വാട്ട് ഈസ് ദിസ് കപ്ലിംഗ്. അപ്പൊ കൊഹീഷൻ എന്ന് പറയുന്നത് ഒരു മൊഡ്യൂളൈസ് ചെയ്യുന്ന സമയത്ത് ഒരു മൊഡ്യൂളിന്റെ ഫങ്ഷണൽ സ്ട്രെങ്ത്തിനാണ് നമ്മൾ കൊഹീഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ദ ഫങ്ഷണൽ സ്ട്രെങ്ത് ഓഫ് എ മൊഡ്യൂൾ. എത്രത്തോളം അത് ഫങ്ഷണലി സ്ട്രോങ് ആണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു മെഷർമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൊഹീഷൻ എന്ന് പറയുന്നത്. കൊഹീഷൻ ഷോസ് ദ മൊഡ്യൂൾസ് റിലേറ്റീവ് ഫങ്ഷണൽ സ്ട്രെങ്ത്. ഒരു മൊഡ്യൂളിന്റെ ഫങ്ഷണൽ സ്ട്രെങ്ത് ആണ് എന്ത് ഷോ ചെയ്യുന്നത്, കൊഹീഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൊഹീഷൻ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഫങ്ഷണൽ സ്ട്രെങ്ത് തന്നെ പല രീതിയിലുണ്ട്. കൊഹീഷനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ടൈപ്സ് ഓഫ് കൊഹീഷൻ. കൊഹീഷൻ എന്താന്നുള്ള കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഒരു മെയിൻ പ്രോഗ്രാമിനെ സബ് പ്രോഗ്രാം ആക്കി മാറ്റുമ്പോഴാണ് അതിനെ നമ്മൾ മൊഡ്യൂൾ എന്ന് വിളിക്കുന്നത്. ആ മൊഡ്യൂളിന്റെ ഫങ്ഷണൽ സ്ട്രെങ്ത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൊഹീഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ മൊഡ്യൂളൈസ് ചെയ്യുന്ന സമയത്ത് കൊഹീഷൻ ഹൈ ആയിരിക്കണം എന്നാണ് പറയുന്നത്, ഹൈ കൊഹീഷൻ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഈ കൊഹീഷൻ തന്നെ പല ടൈപ്പ് ഓഫ് കൊഹീഷൻ, ഈ ഫങ്ഷണൽ സ്ട്രെങ്ത് തന്നെ പല രീതിയിൽ നമുക്ക് പറയാം. അപ്പൊ അതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ടൈപ്സ് ഓഫ് കൊഹീഷൻ, ദ ഡിഫറെന്റ് ക്ലാസസ് ഓഫ് കൊഹീഷൻ ദാറ്റ് എ മൊഡ്യൂൾ മേ പോസസ്. ഒരു മൊഡ്യൂൾ ഉണ്ടാവുന്ന കൊഹീഷൻ എന്ന് പറയുന്നത് ഈ കാറ്റഗറി ഒക്കെ ആവും. അപ്പൊ ഈ രീതിയിൽ തന്നെ നിങ്ങൾ വരച്ചു വെക്കുക. ഞാനത് 1 by 1 ആയിട്ട് മാർക്ക് ചെയ്യേണ്ട ഈ ഒരു രീതിയിൽ വരയ്ക്കാൻ ഒരു കാരണമുണ്ട്. അപ്പൊ കൊഹീഷന്റെ ഡിഫറെന്റ് ടൈപ്സ് ആണ് കോയിൻസിഡന്റൽ കൊഹീഷൻ, ലോജിക്കൽ കൊഹീഷൻ, ടെമ്പറൽ കൊഹീഷൻ, പ്രൊസീജറൽ കൊഹീഷൻ, കമ്മ്യൂണിക്കേഷണൽ കൊഹീഷൻ, സീക്വൻഷ്യൽ കൊഹീഷൻ ആൻഡ് ഫങ്ഷണൽ കൊഹീഷൻ. Okay, these are different types of cohesion: coincidental, logical, temporal, procedural, communicational, sequential and functional. അപ്പൊ ഈ ഡയഗ്രത്തിൽ നിങ്ങൾ നോക്കുക, ഇവിടെ ഞാൻ ലോ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഹൈ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഇറ്റ്സ് ബിക്കോസ് ഇവിടെ ഈ കോയിൻസിഡന്റൽ കൊഹീഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോവസ്റ്റ് കൊഹീഷൻ ആണ്, അതായത് ഫങ്ഷണൽ സ്ട്രെങ്ത് വളരെ കുറവാണ്. ഇഫ് എ ഫംഗ്ഷൻ ഓർ മൊഡ്യൂൾ സെറ്റ് ടു ബി കോയിൻസിഡന്റൽ കൊഹീഷൻ, then their cohesion measurement അല്ലെങ്കിൽ cohesion rate എന്ന് പറയുന്നത് എന്താണ്, ലോ ആണ്. ഇഫ് എന്താ പറയാ മൊഡ്യൂൾ ഹാവ് ഫങ്ഷണൽ കൊഹീഷൻ, അതിന്റെ കൊഹീഷൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ഫങ്ഷണൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ്, ഹൈ ആണ്. ഓക്കെ, അപ്പൊ ഇത് റിലേറ്റീവ്ലി ഇങ്ങനെയാണ് വരുന്നത്. കോയിൻസിഡന്റൽ അതിനേക്കാളും ഹൈ ആണ്, ലോജിക്കൽ അതിനേക്കാളും ഹൈ ആണ്, ടെമ്പറൽ അതിനേക്കാളും ഹൈ ആണ്, പ്രൊസീജറൽ. അങ്ങനെ ഏറ്റവും ഹൈയസ്റ്റ് കൊഹീഷൻ എന്ന് പറയുന്നത് ഏത് കൊഹീഷൻ ആണ്, ഫങ്ഷണൽ കൊഹീഷൻ ആണ്. അപ്പൊ ഇത് അതിന്റെ ഫങ്ഷണൽ സ്ട്രെങ്ത്തിന്റെ ഡിഫറെന്റ് പേരുകളാണ്. ഒരു മൊഡ്യൂൾ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അത് എത്രത്തോളം ഫങ്ഷണലി സ്റ്റേബിൾ ആണ്, സ്ട്രെങ്ത് ഉണ്ട് എന്ന് കാണിക്കുന്ന ഡിഫറെന്റ്
പേരുകളാണ് ഈ പറഞ്ഞ കൊഹീഷൻ എന്ന് പറയുന്നത്. അത് കോയിൻസിഡന്റൽ ആവാം, ലോജിക്കൽ ആവാം, ടെമ്പറൽ ആവാം, പ്രൊസീജിയറൽ ആവാം, കമ്മ്യൂണിക്കേഷൻ ആവാം, സീക്വൻഷ്യൽ ആവാം, ഫങ്ഷണൽ ആവാം. അപ്പൊ ഒരു മൊഡ്യൂൾ ഫങ്ഷണൽ കൊഹീഷൻ ആണ് അത് കാണിക്കുന്നതെങ്കിൽ, അതിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഫങ്ഷണൽ കൊഹീഷൻ ആണെങ്കിൽ അതിനർത്ഥം ഹൈ കൊഹീഷൻ ആണ് എന്നാണ്. അത് ഫങ്ഷനലി അത്രയും സ്റ്റേബിൾ ആണ്, അതുകൊണ്ടാണ് അതിനെ ഫങ്ഷണൽ കൊഹീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഈ ഡയഗ്രാം ഷോ ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും കുറവ് എന്ന് പറയുന്നത് എന്താണ്? കോയിൻസിഡന്റൽ കൊഹീഷൻ ആണ്. ഫങ്ഷണൽ സ്ട്രെങ്ത് കുറച്ചും കൂടെ കൂടുതലായിരിക്കും ലോജിക്കൽ കൊഹീഷനിൽ, കുറച്ചും കൂടെ കൂടുതലായിരിക്കും പ്രൊസീജിയറിൽ, ദെൻ കുറച്ചും കൂടെ കൂടുതലായിരിക്കും കമ്മ്യൂണിക്കേഷനിൽ, അതിനേക്കാൾ കൂടുതലായിരിക്കും സീക്വൻഷ്യലിൽ, അതിനേക്കാൾ കൂടുതലായിരിക്കാം ഫങ്ഷനലി. ഐഡിയ കിട്ടിയല്ലോ ഈ ഡയഗ്രാം എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പൊ ഈ ക്ലാസിഫിക്കേഷൻ കറക്റ്റ് ഓർത്ത് വെക്കുക. അത് 1 by 1 ആയിട്ട് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു മൊഡ്യൂളിനെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് കൊഹീഷൻ അല്ലെങ്കിൽ ഒന്നിലധികം ടൈപ്പ് ഓഫ് കൊഹീഷൻ അതിനകത്ത് ഉണ്ടാവും. ഓക്കെ, കൊഹീഷൻ എന്ന് പറയുന്നത് ഒരു മൊഡ്യൂളിന്റെ ഫങ്ഷണൽ സ്ട്രെങ്ത് ഷോ ചെയ്യുന്ന ഒരു മെഷർമെന്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കൊഹീഷൻ എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ മൊഡ്യൂൾ ഉണ്ടാക്കുന്ന സമയത്ത് ഹൈ കൊഹീഷൻ ഉണ്ടാവാൻ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ ക്ലിയർ ആയല്ലോ. ഇനി ഇതിൽ ഓരോന്നും എന്താന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യാം. ആദ്യം കോയിൻസിഡന്റൽ കൊഹീഷൻ. എ മൊഡ്യൂൾ ഈസ് സെറ്റ് ടു ഹാവ് കോയിൻസിഡന്റൽ കൊഹീഷൻ if it performs a set of function or tasks that relate to each other very loosely. ഒരു മൊഡ്യൂള് കോയിൻസിഡന്റൽ കൊഹീഷൻ ഉണ്ട് എന്ന് എപ്പോഴാണ് നമ്മൾ പറയാ? അത് കുറച്ച് ഒരു മൊഡ്യൂള് ഒന്നിലധികം ഫംഗ്ഷൻസ്, നമ്മൾ നേരത്തെ ഡീകമ്പോസിഷൻ പഠിച്ചു. മൊഡ്യൂൾ 1 അതിൽ ഫംഗ്ഷൻ 1 ഉണ്ട്, ഫംഗ്ഷൻ 2 ഉണ്ട്. ഈ ഫംഗ്ഷൻസ് തമ്മിൽ ഒരു റിലേഷനും ഇല്ല. ഫംഗ്ഷൻ 1 എന്തോ ചെയ്യുന്നു, ഫംഗ്ഷൻ 2 എന്തോ ചെയ്യുന്നു. അങ്ങനെ ഒരു മൊഡ്യൂളാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത്? കോയിൻസിഡന്റൽ കൊഹീഷൻ. അത് ഫംഗ്ഷനലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, ബിക്കോസ് അതിനകത്തുള്ള ഫംഗ്ഷൻസ് തമ്മിൽ ഒരു റിലേഷൻഷിപ്പും ഇല്ല. അപ്പൊ അത്തരം ടൈപ്പ് ഓഫ് കൊഹീഷൻ ആണ് കോയിൻസിഡന്റൽ കൊഹീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് വളരെ ലോ ഫങ്ഷണൽ സ്ട്രെങ്ത് ആണ്. Then logical cohesion. A module is said to be logically cohesive if all elements of the module perform similar operation. ഇപ്പോൾ ഒരു മൊഡ്യൂള് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു, അതിൽ എല്ലാ ഫംഗ്ഷൻസും ഏകദേശം ഒരേ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത്? ലോജിക്കൽ കൊഹീഷൻ. ഒരേ ടൈപ്പ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫംഗ്ഷന്റെ ആവശ്യം നമുക്കില്ല. അങ്ങനെയാണ് നമ്മൾ ഒരു മൊഡ്യൂൾ ഉണ്ടാക്കുന്നതെങ്കിൽ അവിടെ ഫംഗ്ഷണൽ സ്ട്രെങ്ത് കുറവാണ്. അപ്പൊ ദാറ്റ് ഈസ് നോൺ ആസ് ലോജിക്കൽ കൊഹീഷൻ. ഒരേ ലോജിക്ക് തന്നെയാണ് അതിനകത്തുള്ള എല്ലാ ഫംഗ്ഷനാലിറ്റീസിനും ഉള്ളതെങ്കിൽ, ഒറ്റ മൊഡ്യൂളിൽ തന്നെ ഫംഗ്ഷൻ 1 ചെയ്യുന്നത് ഏകദേശം അതേപോലത്തെ കാര്യം തന്നെയാണ് ഫംഗ്ഷൻ 2 ചെയ്യുന്നത്, അതേപോലത്തെ കാര്യം തന്നെയാണ് ഫംഗ്ഷൻ 3 ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ദാറ്റ് മൊഡ്യൂൾ ഈസ് സെറ്റ് ടു ബി ഹാവ് ലോജിക്കൽ കൊഹീഷൻ. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് എറർ ഹാൻഡ്ലിംഗ്, ഡാറ്റ ഇൻപുട്ട്, ഒരു ഫംഗ്ഷൻ ഡാറ്റ ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു, ഒരു ഫംഗ്ഷൻ ഡാറ്റ ഔട്ട്പുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു. അപ്പൊ ഇതെല്ലാം ചെയ്യുന്നത് ഏകദേശം സിമിലർ പ്രൊസീജിയേഴ്സ് തന്നെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ലോജിക്കൽ കൊഹീഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, ടെമ്പറൽ കൊഹീഷൻ. When a module contains functions that are related by the fact that all the function must be executed in the same time span. അതായത് ഒരു മൊഡ്യൂളിൽ ഒരേ ടൈം സ്പാനിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ഫംഗ്ഷൻസ് ആണുള്ളതെങ്കിൽ, ആ ഫംഗ്ഷൻസ് തമ്മിൽ റിലേറ്റഡ് ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ടെമ്പറൽ കൊഹീഷൻ. അതിന്റെ എക്സാമ്പിൾ ആണ്, ഇപ്പം ഒരു മൊഡ്യൂളിനകത്ത് ഇനീഷ്യലൈസ് ചെയ്യാൻ, ഒരു പ്രോഗ്രാമിന് ഇനീഷ്യലൈസേഷൻ ചെയ്യാൻ, സ്റ്റാർട്ടപ്പ് ചെയ്യാൻ, ഷട്ട് ഡൗൺ ചെയ്യാൻ, ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നതെങ്കിൽ അതെല്ലാം ഒരേ ടൈം സ്പാനിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ അത്തരം മൊഡ്യൂളിനെ നമുക്ക് എന്ത് പറയാം? ദാറ്റ് മൊഡ്യൂൾ കണ്ടെയ്ൻസ് ടെമ്പറൽ കൊഹീഷൻ. അല്ലെങ്കിൽ അത് ഷോ ചെയ്യുന്ന കൊഹീഷൻ എന്ന് പറയുന്നത് എന്താണ്? ടെമ്പറൽ കൊഹീഷൻ ആണ്. ഒരേ ടൈം സ്പാനിൽ അല്ലെങ്കിൽ ഒരേ രീതിയിൽ വർക്ക് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫംഗ്ഷനാലിറ്റീസ് ആണ് നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് കൊഹീഷൻ ഈസ് നോൺ ആസ് ടെമ്പറൽ കൊഹീഷൻ. നെക്സ്റ്റ്, പ്രൊസീജിയറൽ കൊഹീഷൻ. പ്രൊസീജിയറൽ കൊഹീഷൻ എന്ന് പറഞ്ഞാൽ ഒരു അൽഗോരിതത്തിന്റെ ഭാഗമാണ് അതിനകത്തുള്ള എല്ലാ ഫംഗ്ഷൻസും എങ്കിൽ അതിന് പറയുന്ന പേരാണ് പ്രൊസീജിയറൽ കൊഹീഷൻ. എ മൊഡ്യൂൾ ഈസ് സെറ്റ് ടു പോസസ് procedural cohesion if the set of functions of the module are all part of a procedure. Part of a procedure എന്നുണ്ട്, ഇവിടെ പ്രൊസീജിയർ എന്നാണുള്ളത്, പിയും കൂടെ ഉണ്ട്, ശ്രദ്ധിക്കാം. അപ്പോൾ ഒരു മൊഡ്യൂളിനെ നമ്മൾ പ്രൊസീജിയറൽ കൊഹീഷൻ എന്ന് പറയുന്നത് ഒരു വലിയ അൽഗോരിതത്തിന്റെ ഭാഗമാണ് അതിന്റെ എല്ലാ ഫംഗ്ഷനാലിറ്റീസും എങ്കിൽ അതിനെ നമ്മൾ പറയും ഒരു വലിയ പ്രൊസീജിയറിന്റെ ഭാഗം. അതായത് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഡിഫറെന്റ് ഫംഗ്ഷനാലിറ്റീസ് നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് cohesion is അല്ലെങ്കിൽ that module is said to contain procedural cohesion. ആ മൊഡ്യൂളിന് എന്ത് കൊഹീഷൻ ആണെന്ന് പറയാം? പ്രൊസീജിയറൽ കൊഹീഷൻ ആണെന്ന് പറയാം. ഓക്കെ, then next one is communicational cohesion. Communicational cohesion എന്ന് പറഞ്ഞാൽ a module is said to have communicational cohesion if all functions of the module refer to update the same data structure.
അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൊഹീഷനാണ്. കമ്മ്യൂണിക്കേഷൻ കൊഹീഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഉപയോഗിക്കുന്ന ഡിഫറെന്റ് ഫംഗ്ഷൻ 1, ഫംഗ്ഷൻ 2, ഫംഗ്ഷൻ 3 ഇതെല്ലാം പോയിന്റ് ചെയ്യുന്നത് ഒരു ഡാറ്റ സ്ട്രക്ചറിനെ ആണെങ്കിൽ, ഒരു റെക്കോർഡിനെയോ ഒരു ഫയലിനെയോ ഒരു സ്റ്റാക്കിലുള്ള ഒരു കണ്ടന്റിനെയോ ഒക്കെ ആണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് കമ്മ്യൂണിക്കേഷൻ കൊഹീഷൻ. കാരണം ഈ അതിനകത്തുള്ള ഫംഗ്ഷനാലിറ്റീസ് തമ്മിൽ എന്താണ്, ഇന്റർ ഡിപെൻഡന്റ് ആണ്. അത് ആശ്രയിക്കുന്നത് ഒരു സെയിം ഡാറ്റ സ്ട്രക്ചറിനെയാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അതിന് പറയുന്ന പേരാണ് കമ്മ്യൂണിക്കേഷണൽ കൊഹീഷൻ. ഡിഫറെന്റ് മൊഡ്യൂളുള്ള ഫംഗ്ഷൻ അല്ല, ഒരു മൊഡ്യൂളിലുള്ള ഒന്നിലധികം ഫംഗ്ഷൻ സെയിം ഡാറ്റ സ്ട്രക്ചറിനെ ആക്സസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് കൊഹീഷൻ ഈസ് നോൺ ആസ് കമ്മ്യൂണിക്കേഷണൽ കൊഹീഷൻ. Okay, then sequential cohesion. A module is said to possess sequential cohesion if the elements of a module from the parts of the sequence where the output from one element of the sequence is input to the next element. അതായത് ഇതിനകത്തുള്ള ഫംഗ്ഷൻസ് ഒന്നിന്റെ സീക്വൻസ് ഡിസൈഡ് ചെയ്യുന്ന രീതിയിലാണ്. ഒരു ഫംഗ്ഷന്റെ ഔട്ട്പുട്ട് ആണ് നെക്സ്റ്റ് ഫംഗ്ഷന്റെ ഇൻപുട്ട് ആയിട്ട് വരുന്നതെങ്കിൽ ഇതിന്റെ എക്സിക്യൂഷൻ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആണെങ്കിൽ ഇതിന് എന്ത് പറയാം, സീക്വൻഷ്യൽ കൊഹീഷൻ ഉണ്ടെന്ന് പറയാം. അപ്പൊ അതിനർത്ഥം അതിനകത്തുള്ള ഫംഗ്ഷനാലിറ്റീസ് ടൈറ്റ്ലി റിലേറ്റഡ് ആണ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അതിന് നമ്മൾക്ക് എന്ത് കൊഹീഷൻ എന്ന് പറയാം, സീക്വൻഷ്യൽ കൊഹീഷൻ. ആ മൊഡ്യൂളിലുള്ള കൊഹീഷൻ എന്താണ്, സീക്വൻഷ്യൽ കൊഹീഷൻ ആണെന്ന് പറയാം. ഓക്കെ, ദെൻ ദാറ്റ് ഫൈനൽ വൺ ഈസ് ഫംഗ്ഷണൽ കൊഹീഷൻ. ഫംഗ്ഷണൽ കൊഹീഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് എലമെന്റ്സ് ഓഫ് എ മൊഡ്യൂൾ കോപ്പറേറ്റ് ടു അച്ചീവ് എ സിംഗിൾ ഫംഗ്ഷൻ. അപ്പൊ ഇതാണ് ഏറ്റവും ഫംഗ്ഷണൽ സ്ട്രെങ്ത് ഉള്ള കൊഹീഷൻ എന്ന് ഞാൻ പറഞ്ഞു. അതായത് ഒരു കാര്യം അച്ചീവ് ചെയ്യാനാണ് ആ മൊഡ്യൂൾ, അത് ബേസിക് ആയിട്ട് ഒരു ഫംഗ്ഷൻ അച്ചീവ് ചെയ്യാനാണ് അതിനകത്തുള്ള ഡിഫറെന്റ് ഫംഗ്ഷനാലിറ്റീസ് ഉപയോഗിക്കപ്പെടുന്നതെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് ഫംഗ്ഷണൽ കൊഹീഷൻ ആണ്. അത് ഏറ്റവും സ്ട്രെങ്ത് കൂടിയ കൊഹീഷൻ ആണ്. കാരണം ഒരു മൊഡ്യൂൾ നമ്മൾ ഡിസൈൻ ചെയ്തത് ഒരു പെർട്ടിക്കുലർ ടാസ്കിന് വേണ്ടിയിട്ടാണ്. ആ ടാസ്ക് അച്ചീവ് ചെയ്യാനുള്ള ഡിഫറെന്റ് ഫംഗ്ഷനാലിറ്റീസ് ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. അപ്പൊ എല്ലാ ഫംഗ്ഷനും കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മൾ വിചാരിച്ച ആ ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് കൊഹീഷൻ എന്ന് പറയും, ഫംഗ്ഷണൽ കൊഹീഷൻ എന്ന് പറയും. അപ്പൊ ദീസ് ആർ ദ ഇമ്പോർട്ടന്റ് കൊഹീഷൻ. ഫംഗ്ഷണൽ കൊഹീഷൻ ഈസ് സെറ്റ് ടു എക്സിസ്റ്റ് ഡിഫറെന്റ് എലമെന്റ്സ് ഓഫ് എ മൊഡ്യൂൾ കോപ്പറേറ്റ് ടു അച്ചീവ് എ സിംഗിൾ ഫംഗ്ഷൻ. ഫോർ എക്സാമ്പിൾ, ഒരു പേരോൾ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു മൊഡ്യൂൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനകത്ത് ഡിഫറെന്റ് ഫംഗ്ഷൻസ് ഉണ്ടാവും. ഓക്കെ, അതിലാണ് അതെല്ലാം അച്ചീവ് ചെയ്യുന്നത് എന്താണ്, പേരോൾ ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു ഫംഗ്ഷനാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ ഫംഗ്ഷണൽ കൊഹീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൊഹീഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഒരു മൊഡ്യൂള് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ അത് ഈ ടൈപ്പ് ഓഫ് കൊഹീഷൻ ഒക്കെയാണ് മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒക്യൂർ ചെയ്യാൻ ചാൻസ് ഉള്ളത്. അപ്പൊ അതിൽ ഏറ്റവും ബെറ്റർ കൊഹീഷൻ എന്ന് പറയുന്നത് എന്താണ്, ഫംഗ്ഷണൽ കൊഹീഷൻ ആണ്. അപ്പൊ ഈ ഓർഡറിൽ തന്നെ നിങ്ങൾ ഇത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഈ ഓർഡറിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ കൊഹീഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. നെക്സ്റ്റ് വൺ ഈസ് കപ്ലിംഗ്. കപ്ലിംഗ് എന്ന് പറഞ്ഞാല് ഈ മൊഡ്യൂൾസ് തമ്മിൽ ഡാറ്റ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, എങ്ങനെ കണക്റ്റഡ് ആണ് എന്നുള്ളതാണ് കപ്ലിംഗ് ഷോ ചെയ്യുന്നത്. അപ്പൊ കപ്ലിംഗ് ഷോ ദ ഡിഗ്രി ഓഫ് ഇന്റർ ഡിപെൻഡൻസീസ് ബിറ്റ്വീൻ ദ മൊഡ്യൂൾ. മൊഡ്യൂൾസ് തമ്മിലുള്ള ഇന്റർ ഡിപെൻഡൻസ്, ഇന്റർ കണക്ഷന്റെ ഒരു വലിയ പ്രോഗ്രാം ആണെങ്കിൽ അതിൽ മൊഡ്യൂൾസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിരിക്കും. ആ കണക്ഷന്റെ ഡിഗ്രി കാണിക്കുന്നതിന്റെ മെഷർമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കപ്ലിംഗ് എന്ന് പറയുന്നത്. കപ്ലിംഗ് ഈസ് ദ മെഷർ ഓഫ് ദ ഡിഗ്രി ഓഫ് ഇന്റർ ഡിപെൻഡൻസീസ് ബിറ്റ്വീൻ ദ മൊഡ്യൂൾ. അപ്പൊ ഈ കപ്ലിംഗ് കുറവായിരിക്കണം. ഒരു മൊഡ്യൂളും മറ്റ് തൊട്ടടുത്ത മൊഡ്യൂളും അല്ലെങ്കിൽ സിസ്റ്റത്തിലെ മറ്റു മൊഡ്യൂളും തമ്മിൽ കണക്ഷൻ കൂടുതലാവുന്ന സമയത്ത് നമുക്കത് റൈറ്റ് ചെയ്യാനും കോഡ് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു മൊഡ്യൂളിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ അത് കണക്ട് ചെയ്യുന്ന എല്ലാ മൊഡ്യൂളിലും നമ്മൾ എന്ത് ചെയ്യണം, ചേഞ്ച് വരുത്തണം. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ പഠിച്ചത് മൊഡ്യൂൾ ഡീകമ്പോസ് ചെയ്യുന്ന സമയത്ത് കപ്ലിംഗ് കുറവായിരിക്കണം, ഇന്റർ കണക്ഷൻസ് കുറവായിരിക്കണം. ഇന്റർ കണക്ഷൻസ് ഇല്ലാതെ നമുക്ക് പ്രോഗ്രാം എഴുതാൻ പറ്റില്ല. അപ്പൊ ലോ കപ്ലിംഗ് ആയിരിക്കണം, ഹൈ കൊഹീഷൻ ആയിരിക്കണം. അപ്പൊ കപ്ലിംഗ് എന്ന് പറയുന്നത്, കപ്ലിംഗ് ഈസ് ദ മെഷർ ഓഫ് ദ നിങ്ങൾ പഠിക്കുക കേട്ടോ. Coupling is the measure of the degree of interdependencies between the modules. A good software will have low coupling. അപ്പൊ ഒരു നല്ല സോഫ്റ്റ്വെയറിൽ കപ്ലിംഗ് എന്തായിരിക്കണം, കുറവായിരിക്കണം. മൊഡ്യൂൾസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റാസ് ഷെയർ ചെയ്യുകയും എല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അത് കോംപ്ലിക്കേറ്റഡ് ആവും. ഓക്കെ, അപ്പൊ നമ്മൾ മൊഡ്യൂൾ ഉണ്ടാക്കുന്ന സമയത്ത് ഡാറ്റാസ് പാസ് ചെയ്യുന്ന സമയത്തും ശ്രദ്ധിക്കണം എന്തായിരിക്കാൻ, കപ്ലിംഗ് കുറവായിരിക്കാൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി കപ്ലിംഗിന്റെ ഡിഫറെന്റ് ടൈപ്സ് ആണ്. ടൈപ്സ് ഓഫ് കപ്ലിംഗ് ഇതാണ്. ടൈപ്സ് ഓഫ് കപ്ലിംഗ്: ഡാറ്റ കപ്ലിംഗ്, സ്റ്റാമ്പ് കപ്ലിംഗ്, കൺട്രോൾ കപ്ലിംഗ്, കോമൺ കപ്ലിംഗ് ആൻഡ് കണ്ടന്റ് കപ്ലിംഗ്. ദീസ് ആർ ദ 5 കപ്ലിംഗ്. ഒരു മൊഡ്യൂളിൽ ഒക്യൂർ ചെയ്യാവുന്ന കപ്ലിംഗ് ആണ് ഡാറ്റ കപ്ലിംഗ്, സ്റ്റാമ്പ് കപ്ലിംഗ്, കൺട്രോൾ കപ്ലിംഗ്, കോമൺ കപ്ലിംഗ് ആൻഡ് കണ്ടന്റ് കപ്ലിംഗ്. അപ്പൊ ഇവിടെയുണ്ട് ഡാറ്റ കപ്ലിംഗ് ഏറ്റവും കപ്ലിംഗ് കുറവാണ്. കണ്ടന്റ് ആണ് ഷെയർ ചെയ്യുന്നതെങ്കിൽ കപ്ലിംഗ് കൂടുതലാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഏത് ഡാറ്റാസ് ഷെയർ ചെയ്യാനാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നായിട്ടൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് കോംപ്ലിക്കേഷൻ കൂടും. ഓക്കെ, അപ്പൊ ലോ ടു ഹൈ എന്നുള്ള ഒരു മാർക്ക് അതുകൊണ്ടാണ് വരുന്നത്. അപ്പൊ ഇതാണ് ടൈപ്സ് ഓഫ് കപ്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ ഇനിയിപ്പോ ഇതിൽ ഓരോ കപ്ലിംഗും എന്താന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ,
അപ്പോൾ ഫസ്റ്റ് വൺ ഡാറ്റ കപ്ലിംഗ്. ഡാറ്റ കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇഫ് ദ ഡിപെൻഡൻസീസ് ബിറ്റ്വീൻ ദ മൊഡ്യൂൾസ് ഈസ് ബേസ്ഡ് ഓൺ ദ ഫാക്ട് ദേ കമ്മ്യൂണിക്കേറ്റ് ബൈ പാസിംഗ് ഓൺലി ഡാറ്റ ദെൻ ദ മൊഡ്യൂൾസ് ആർ സെറ്റ് ടു ബി ഡാറ്റ കപ്പിൾഡ്. അതായത് രണ്ട് മൊഡ്യൂൾസ് തമ്മിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡാറ്റ പാസ് ചെയ്തിട്ട് മാത്രമാണെങ്കിൽ, ഒരു സിംഗിൾ ഡാറ്റ അല്ലെങ്കിൽ ഒന്നിലധികം ഡാറ്റാസ് മാത്രം പാസ് ചെയ്തിട്ടാണെങ്കിൽ അതിന് ആ രണ്ട് മൊഡ്യൂൾസ് തമ്മിൽ എന്താന്ന് പറയാം, ഡാറ്റ കപ്പിൾഡ് ആണെന്ന് പറയാം. ഏറ്റവും ലോ റേറ്റ് ഓഫ് കപ്ലിംഗ് ആണ് ഇത് ഡാറ്റ കപ്ലിംഗ് എന്ന് പറയുന്നത്. ഇൻ ഡാറ്റ കപ്ലിംഗ് ദ കമ്പോണൻസ് ആർ ഇൻഡിപെൻഡന്റ് ടു ഈച്ച് അതർ ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ത്രൂ ഡാറ്റ. കമ്പോണൻസ് ഒക്കെ ഇൻഡിപെൻഡന്റ് ആണ്. എന്തുപയോഗിച്ച് മാത്രമേ ഈ മൊഡ്യൂൾസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളൂ, ഡാറ്റാസ് മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡാറ്റ കപ്ലിംഗ് ഉണ്ട്. അപ്പൊ ഏറ്റവും ലോ ലെവൽ ഓഫ് കപ്ലിംഗ് ആണ് ഡാറ്റ കപ്ലിംഗ്. അപ്പോൾ നമ്മളെ സിസ്റ്റത്തിൽ ശരിക്കും നമുക്ക് വേണ്ടതും ഏത് കപ്ലിംഗ് ആണ്, ഏത് കപ്ലിംഗ് മാത്രമാണ്, ഡാറ്റ കപ്ലിംഗ് ആണ്. ഇപ്പൊ ലോ കപ്ലിംഗ് ആണ് പറയാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് സ്റ്റാമ്പ് കപ്ലിംഗ്. സ്റ്റാമ്പ് കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഡാറ്റയ്ക്ക് പകരം എ സെറ്റ് ഓഫ് ഡാറ്റ, കോമ്പോസിറ്റ് ഡാറ്റ ആണ്, ഒരു റെക്കോർഡാണ് പാസ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പൊ ഒരു സ്റ്റുഡന്റ് റെക്കോർഡ് ആണെങ്കിൽ വേറൊരു മൊഡ്യൂളിൽ നിന്ന് വേറൊരു മൊഡ്യൂളിലേക്ക് പാസ് ചെയ്യുന്നെങ്കിൽ ആ റെക്കോർഡിനകത്ത് കംപ്ലീറ്റ് സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും, ഒരു സിംഗിൾ ഡാറ്റ അല്ല ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത്, സ്റ്റാമ്പ് കപ്ലിംഗ്. ടു മൊഡ്യൂൾസ് ആർ സ്റ്റാമ്പ് കപ്പിൾഡ് ഇഫ് ദേ കമ്മ്യൂണിക്കേറ്റ് യൂസിങ് എ കോമ്പോസിറ്റ് ഡാറ്റ ഐറ്റം സച്ച് ആസ് എ റെക്കോർഡ് ഇൻ പാസ്കൽ ഓർ സ്ട്രക്ചർ ഇൻ സിയിലാണെങ്കിൽ സ്ട്രക്ചർ, C++ലാണെങ്കിൽ ഒബ്ജക്റ്റ്. അപ്പൊ ഇങ്ങനെയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ ഇതിന് പറയുന്ന പേരാണ് സ്റ്റാമ്പ് കപ്ലിംഗ്. അപ്പോൾ രണ്ട് മൊഡ്യൂൾസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ ഡാറ്റ ഉപയോഗിച്ചാണെങ്കിൽ അതിന് ഡാറ്റ കപ്ലിംഗ് എന്നും, ഒരു കോമ്പോസിറ്റ് ഡാറ്റ ലൈക്ക് റെക്കോർഡ് ഓർ ഫയല് സ്ട്രക്ചറും ഒക്കെ ഉള്ള ഡാറ്റ ആണെങ്കിൽ അതിന് എന്തെന്നും പറയും, സ്റ്റാമ്പ് കപ്ലിംഗ് എന്നും പറയും. നെക്സ്റ്റ് വൺ കൺട്രോൾ കപ്ലിംഗ്. കൺട്രോൾ കപ്ലിംഗ് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. അതായത് ഒരു ഇതിന്റെ മൊഡ്യൂളിന്റെ സീക്വൻസ് വേറൊരു മൊഡ്യൂൾ ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ, കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് കൺട്രോൾ കപ്ലിംഗ്. കൺട്രോൾ കപ്ലിംഗ് എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ ടു മൊഡ്യൂൾസ് ഇഫ് ഡാറ്റ ഫ്രം വൺ മൊഡ്യൂൾ ഈസ് യൂസ് ടു ഡയറക്ട് ദ ഓർഡർ ഓഫ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ടഡ് ഇൻ അദർ മൊഡ്യൂൾ. ഇത് ഇവിടുന്ന് ഒരു മൊഡ്യൂളിൽ നിന്ന് ഒരു ഡാറ്റ പോയിട്ട് വേണം നെക്സ്റ്റ് ഒരു മൊഡ്യൂളിന്റെ ഇൻസ്ട്രക്ഷൻസിന്റെ സീക്വൻസ് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഒരു ഫോർ ലൂപ്പോ അല്ലെങ്കിൽ ഒരു വൈൽ ലൂപ്പോ ഒക്കെ വരികയാണെങ്കിൽ ആ വൈൽ ലൂപ്പ് വർക്ക് ചെയ്യാനുള്ള ഡാറ്റ വരുന്നത് മറ്റൊരു മൊഡ്യൂളിലാണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യാം. അപ്പൊ ആ ഡാറ്റ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൂപ്പിന്റെ എക്സിക്യൂഷനും എന്തായിപ്പോ, ചേഞ്ച് ആയിപ്പോ. അപ്പൊ അങ്ങനെ ടൈപ്പ് ഓഫ് സിറ്റുവേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺട്രോൾ കപ്ലിംഗ്. ഒരു മൊഡ്യൂളിന്റെ എക്സിക്യൂഷൻ കൺട്രോൾ വേറൊരു മൊഡ്യൂൾ ഡിസൈഡ് ചെയ്യുക, ദാറ്റ് ഈസ് നോൺ ആസ് കൺട്രോൾ കപ്ലിംഗ്. അങ്ങനെ ഒരു ഡിപെൻഡൻസി ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് നോൺ ആസ് കൺട്രോൾ കപ്ലിംഗ്. ഓക്കെ, നെക്സ്റ്റ് കോമൺ കപ്ലിംഗ്. ഗ്ലോബൽ ഡാറ്റ ഷെയർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കോമൺ കപ്ലിംഗ് എന്ന് പറയുന്നത്. ഗ്ലോബൽ ആയിട്ട് ഡാറ്റ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ മൊഡ്യൂളിൽ ഒരു പ്രൊജക്റ്റിൽ ഒരു ഗ്ലോബൽ ഡാറ്റ ഡിക്ലെയർ ചെയ്താൽ ഏത് മൊഡ്യൂളിന് വേണമെങ്കിലും ആ ഡാറ്റയെ എന്ത് ചെയ്യാം, ആക്സസ് ചെയ്യാം. അപ്പൊ അതിൽ വരുത്തുന്ന ചേഞ്ചസ് മറ്റു മൊഡ്യൂളുമായിട്ട് എഫക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ അതിനനുസരിച്ച് നമ്മൾ മൊഡ്യൂൾസ് എഴുതിയിട്ടില്ലെങ്കിൽ അവിടെ എന്ത് വരും, എറേഴ്സ് വരും, അല്ലെങ്കിൽ കറക്ഷൻ ഇൻകറക്റ്റ് ആൻസേഴ്സ് നമുക്ക് കിട്ടും. അപ്പൊ അതിനെയാണ് നമ്മൾ കോമൺ കപ്ലിംഗ് എന്ന് പറയുന്നത്. ടു മൊഡ്യൂൾസ് ആർ കോമൺ കപ്പിൾഡ് ഇഫ് ദേ ഷെയർ ഡാറ്റ ത്രൂ സം ഗ്ലോബൽ ഡാറ്റ ഐറ്റംസ്. ഗ്ലോബൽ ആയിട്ടുള്ള ഡാറ്റ ഐറ്റംസ് വഴി ഡാറ്റ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ, രണ്ട് മൊഡ്യൂൾസ് തമ്മിൽ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയാം, കോമൺ കപ്ലിംഗ് എന്ന് പറയാം. നെക്സ്റ്റ് കണ്ടന്റ് കപ്ലിംഗ്. അത് ആ പേരിൽ തന്നെ ഉണ്ട്. ഒരു മൊഡ്യൂളിന്റെ കണ്ടന്റ് വേറൊരു മൊഡ്യൂൾ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് കണ്ടന്റ് കപ്ലിംഗ്. ഏറ്റവും മുകളിൽ ലെവൽ കപ്ലിംഗ് ആണ്. കണ്ടന്റ് ഒക്കെ ആക്സസ് ചെയ്യുന്ന സമയത്ത് ഒരു മൊഡ്യൂളിന്റെ കണ്ടന്റ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ മൊഡ്യൂളും കൂടെ എന്തായിപ്പോ, ചേഞ്ച് ആയിപ്പോ. അപ്പൊ അത്രയും ശ്രദ്ധിക്കണം നമ്മൾ പ്രോഗ്രാം എഴുതുന്ന സമയത്ത്. അപ്പൊ അതാണ് കണ്ടന്റ് കപ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് മൊഡ്യൂൾ തമ്മിൽ കണ്ടന്റ് കപ്പിൾഡ് ആണെങ്കിൽ അവിടെ വളരെ ടൈറ്റ് കപ്ലിംഗ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും, വലുതായിട്ട് ആ ഒരു സോഫ്റ്റ്വെയറിന്റെ ഡെവലപ്മെന്റിനെ എഫക്ട് ചെയ്യും, കോംപ്ലിക്കേഷൻ കൂടും. നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം ഡെവലപ്മെന്റ് ടൈമിൽ. ഓക്കെ, കണ്ടന്റ് കപ്ലിംഗ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ടു മൊഡ്യൂൾസ് ഇഫ് ദേ ഷെയർ കോഡ് ഷെയർ ചെയ്യുകയാണെങ്കിൽ. എക്സാമ്പിൾ, എ ബ്രാഞ്ച് ഫ്രം വൺ മൊഡ്യൂൾ ടു അനദർ മൊഡ്യൂൾ. ഓക്കെ, ഒരു ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഒരു മൊഡ്യൂളിൽ നിന്ന് വേറൊരു മൊഡ്യൂളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനെയാണ് കണ്ടന്റ് കപ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ദീസ് ആർ ദ 5 types of coupling occur when decomposing a system. ഒരു സിസ്റ്റം ഡിമോഡ്യൂളൈസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മോഡുലറൈസേഷൻ ചെയ്യുന്ന സമയത്ത് ഒക്യൂർ ചെയ്യാവുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കപ്ലിംഗ് ആണ് ഡാറ്റ കപ്ലിംഗ്, സ്റ്റാമ്പ് കപ്ലിംഗ്, കൺട്രോൾ കപ്ലിംഗ്, കോമൺ കപ്ലിംഗ്, കണ്ടന്റ് കപ്ലിംഗ്. ഏറ്റവും ലോ ലെവൽ കപ്ലിംഗ് ഡാറ്റ കപ്ലിംഗ് ആണ്. ഏറ്റവും ഹൈ ലെവൽ കപ്ലിംഗ് കണ്ടന്റ് കപ്ലിംഗ് ആണ്. അപ്പൊ നമ്മൾ മൊഡ്യൂളൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് ലെവൽ കപ്ലിംഗിന് വേണ്ടിയിട്ടാണ്? ഹൈ ലെവൽ കപ്ലിംഗിന് വേണ്ടിയിട്ടാണോ? അല്ല, ലോ ലെവൽ കപ്ലിംഗിന് വേണ്ടിയിട്ടാണ്. കൊഹീഷൻ ആണെങ്കിൽ ഏതിനു വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യേണ്ടത്? ഹൈ ലെവൽ കപ്ലിംഗിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത് ഡിസൈൻ എന്ന് പറയുന്ന ഫേസ് ആണ്. ഡിസൈനിന്റെ എന്താണ് ഡിസൈന്, എന്താണ് അതിന്റെ ഡിഫറെന്റ് ലെവൽസ്, ആർക്കിടെക്ചറൽ ഡിസൈന്, ഡീറ്റെയിൽ ഡിസൈൻ ആൻഡ് ആർക്കിടെക്ചറൽ ഡിസൈൻ, ഹൈ ലെവൽ ഡിസൈൻ ആൻഡ് ഡീറ്റെയിൽ ഡിസൈൻ. ഈ 3 ഡിസൈൻസും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. എന്താണ് മോഡുലറൈസേഷൻ എന്ന് മനസ്സിലാക്കി. മൊഡ്യൂളായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ദെൻ എന്താണ് കൊഹീഷൻ, എന്താണ് കപ്ലിംഗ്, അതിന്റെ ഡിഫറെന്റ് ടൈപ്സ്. അപ്പൊ ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് ശ്രദ്ധിച്ച്
ക്ലാസ് കേൾക്കുക, എന്നിട്ട് നോട്ട്സ് എഴുതുക, സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, നന്നായിട്ടിരിക്കുക. അപ്പോൾ താങ്ക് യു, ബൈ.